ആരാണ് ദൈവം? മാനവകുലം പണ്ട് തൊട്ടേ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ആരാണ് ദൈവം? കയ്യിലിരിക്കുന്ന മതഗ്രന്ഥങ്ങൾ തിരിച്ചു നോക്കിയിട്ട് ഇതാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പേരില്ല. എവിടെയാണ് ദൈവം വസിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലാണ്. ഭൂമിയുടെ മുകളിൽ ഒരു സൂര്യനുണ്ട്. ആ സൂര്യൻ കുറച്ച് നാളുകൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ സൃഷ്ടിയെല്ലാം അവസാനിച്ചു പോകും. മനുഷ്യൻ എന്ന് പറയുന്നൊരു സംഭവം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി. ആ സൂര്യനെ വെച്ചിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എരിയുകയാണ്, നിങ്ങൾക്ക് പ്രകാശം കിട്ടാൻ, നിങ്ങൾ വളരാൻ, നിങ്ങൾക്ക് നടക്കാൻ ഞാൻ എരിയുകയാണെന്നൊരു സത്യം സൂര്യനിൽ കൂടി ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവം എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ പറയും, ഏതോ സ്ഥലത്ത് ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് സ്വർഗം എന്ന പേരിൽ ദൈവം ഒരു കസാര ഇട്ടിട്ട് സകലതയും ഭരിച്ചുകൊണ്ട് സാറാഫുകളാൽ ആരാധിക്കപ്പെട്ടും ദൂതന്മാരെയും എല്ലാവരെയും ഒരുപോലെ ക്രമീകരിച്ചുമൊക്കെ ഇരിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പറയാം. ഹിന്ദുക്കൾ പറയും അത് എവിടെയോ ഇരുന്ന് നമ്മളെ ഭരിക്കുന്നു എന്ന് നമുക്ക് പറയാം. പല ദേവന്മാരും ദേവിമാരും. മുസ്ലിംമാർക്ക് അവരുടേതായ ശൈലിയിൽ പറയാം. പക്ഷേ ഇതൊന്നുമല്ല, സകല പ്രപഞ്ചത്തെയും ഒരുപോലെ ഹോൾഡ് ചെയ്ത് ഉള്ളിലാക്കി വെച്ചിട്ട് മനുഷ്യനെന്നും അളന്നുകൂടാതെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒന്നിൻ്റെ അകത്തേക്ക് ദൈവം നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ അളക്കാൻ പറ്റത്തില്ലെന്ന് പ്രപഞ്ചം മുഴുവനും അളന്നിട്ട് മനുഷ്യന് മനസ്സിലായില്ല. പത്രോസ് ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം എരിയുക എന്നാണ്. അനോയിറ്റഡ് എന്ന വാക്കിനും എരിയുക എന്ന വാക്കിനും ഒരുപോലെ അർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റും. സൂര്യൻ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അത് എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്ത് അവസാനിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ പല സമയങ്ങളിൽ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരാറുണ്ട്. ദൈവത്തിൻ്റെ പേര് നിങ്ങൾ പറയുന്ന പേരല്ല, ദൈവത്തിൻ്റെ പേര് ശക്തിയുടെ സ്രോതസ് എന്നാണ്. നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ, വീഴ്ച പറ്റുമ്പോൾ, ജീവിത നിരാശയിൽ മുങ്ങുമ്പോൾ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ പഴയ കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് തിരഞ്ഞെടുത്തിട്ട് അതിനെ ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, മുമ്പോട്ട് ജീവിക്കാൻ പറ്റാതെ ആ സങ്കടങ്ങൾ നമ്മൾ പിടിമുറുക്കുമ്പോൾ ഉള്ളിൽ ആരും പറയാതെ ഒരു ശബ്ദം കേട്ടിട്ടില്ലേ? അതാണ് ദൈവശബ്ദം. അത് ദൈവശബ്ദത്തിന് പേര് വിളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മതത്തിൻ്റെ പേര് വിളിച്ചോ, പക്ഷേ ദൈവത്തിൻ്റെ പേരതല്ല. ദൈവം അനാദികാലം മുമ്പേയും ഇന്നും സകല മാനവകുലത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ പോലെ പടർന്നുകൊണ്ടിരിക്കുക. കാരണം ദൈവത്തിന് നാമമില്ല. ഒരു സൂര്യനെ നിർത്തിയിരിക്കുന്നത് പോലെ പ്രപഞ്ചത്തെ നിർത്തിയിരിക്കുന്നതെല്ലാം മനുഷ്യനെ മനസ്സിലാക്കിയെടുക്കാനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. ഒരു കൊച്ചറിവിലേക്ക് കണ്ണുകളെ ഓട്ടിച്ചതിനായി ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇതിനെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ മീറ്റിങ്ങുകളുടെ എല്ലാം പൂർണ്ണരൂപേൻ്റെ വീഡിയോ ക്ലിപ്പിനകത്തുണ്ട്. നിങ്ങളത് കേൾക്കുക. ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങളുടെ ജീവനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.